Dear friends, I am M.A. Rashid, consultant psychologist. Today we are discussing about bipolar disorder or disease. It is a mental health condition changing mania and depression episodes. ലോകത്ത് മില്യൺസ് ഓഫ് ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് മെന്റൽ ഹെൽത്ത് കണ്ടീഷനാണിത്. നമുക്ക് എന്താണെന്ന് നോക്കാം. ബൈപോളർ ഡിസോർഡർ ഈസ് എ മെന്റൽ ഹെൽത്ത് ഡിസോർഡർ of chronic mood swings characterized by changes in entire mood. Changes in the mood can vary high in mania. പക്ഷെ ഡിപ്രഷൻ വരുന്ന സമയത്തും ഡിപ്രഷൻ മാത്രമായിരിക്കും ഉണ്ടായിരിക്കാം, വിഷാദം ഉണ്ടാവും. അന്നേരം കൂടുതൽ ദുഃഖകരമായ ഒരു അവസ്ഥയായിരിക്കും, നിരാശയുണ്ടാവും, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ മാനിയ ഉണ്ടാവുന്ന അവസ്ഥയിൽ അയാൾ കൂടുതൽ ഊർജ്ജസ്വലനായിരിക്കും, ഒരു ഓവർ എനർജി ഒക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുക. നമുക്ക് നോക്കാം ഇത് എന്തായാലും ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഇതുണ്ടാവുന്ന അവസ്ഥയിൽ എപ്പിസോഡ്സ് വരുന്ന സമയത്ത് മാനിക് ആയാലും ഡിപ്രഷൻ ആയാലും അവരുടെ റിലേഷൻഷിപ്പിൽ അതുപോലെ മറ്റ് ലൈഫ് വെൽബീയിങ്ങിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ലൈഫ് സ്റ്റൈലിലൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ നിരന്തരമായി ദൈനംദിന ലൈഫിലൊക്കെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തായിരിക്കും ഈ സിംറ്റംസ് നോക്കാം. ഈ സിംറ്റംസ് ബൈപോളർ ഡിസോർഡർ രണ്ട് തരത്തിലുണ്ട്. ബൈപോളർ ഡിസോർഡർ 1ഉം 2 ഉണ്ട്. ഇതിൽ പല ഡിപ്രഷന്റെ ആ സിവിയറിറ്റി ഒക്കെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. നമുക്ക് നോക്കാം എന്താണ് ഒന്നാമത്തെ സിംറ്റം. മാനിയ എന്ന് പറയുന്ന എപ്പിസോഡ് ഉണ്ടാകുന്ന സമയത്ത് എല്ലാത്തിലും ഇൻക്രീസ്ഡ് എനർജി ആയിരിക്കും, ഭയങ്കര പവർ ആയിരിക്കും. ചില കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കേട്ടാൽ അവർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. പണത്തിന്റെ കാര്യമായാലും ബിസിനസിന്റെ കാര്യമായാലും ഒക്കെ അവർ ഓവർ എക്സൈറ്റഡ് ആയിരിക്കും. അതിൽ പറയുന്നത് എക്സൈറ്റിംഗ് ബിഹേവിയർ ഉണ്ടാവും. എനിക്കൊക്കെ കഴിയും, ഞാൻ എന്തോ വലിയ ഒരു ആളാണ്, എനിക്കതിനൊക്കെ സാധിക്കും, ഞാൻ ബിസിനസ് ചെയ്യും, പണം ചെലവാക്കുന്നതിലും അതുപോലെ ആളുകളായിട്ടൊക്കെ കയറി ഹെഡ് ചെയ്തുകൊണ്ട് സംസാരിക്കാനും ഒരു പരിചയമില്ലാത്ത ആളുകളുമായിട്ട് പോലും കൂടുതൽ കയറി സംസാരിക്കാനൊക്കെ പറയുക അസാമാന്യ ധൈര്യമുള്ള ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അതൊരു ഓവർ എക്സൈറ്റിംഗ് ആണ്. പക്ഷേ ഈ ഡിപ്രഷൻ വരുന്ന സമയത്ത് അവർ വളരെയധികം സാഡ് ആയിരിക്കും, ഫ്രസ്ട്രേഷൻ, നിരാശ ഉണ്ടാകും. അതേപോലെ ആളുകളായിട്ടൊക്കെ സ്വന്തമായിട്ട് ലൈഫിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനും ആക്ടിവിറ്റീസിനൊക്കെ ഒരു മൊത്തത്തിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത അവസ്ഥയാണ് അവർക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ ഈ അസുഖത്തിനെ കുറിച്ച് പറയുന്നത്, ഈ അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് മെഡിക്കേഷനും തെറാപ്പിയും ആണ് അതിനുള്ള ട്രീറ്റ്മെന്റ് ആയിട്ടുള്ളത്. CBT പോലുള്ള തെറാപ്പികൾ ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ നമ്മളെ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെയും സൈക്കോളജിസ്റ്റിനെയും ഒക്കെ കണ്ട് അത് കൃത്യമായി ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ കൂടെയുള്ള ഫാമിലിയുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ഒരു സപ്പോർട്ടും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവരെ മനസ്സിലാക്കുകയും അങ്ങനെ കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്തുകൊണ്ട് ഈ പ്രശ്നങ്ങളെ സ്ഥിരമായിട്ട് മെഡിക്കേഷൻ വേണമെങ്കിൽ സൈക്യാട്രിന്റെ നിർദ്ദേശപ്രകാരം ആ മെഡിസിൻ തുടർന്ന് കഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ സാധാരണ നിലയിലുള്ള ഒരു അവസ്ഥയിൽ അവർക്ക് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പക്ഷേ ഇത് നമുക്ക് ഒരു മെഡിക്കേഷൻ തന്നു, മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു ആശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ അത് സ്വയം നിർത്തുന്ന ആളുകളുണ്ട്. അവർക്ക് ഇത് കൂടുതൽ വരാനുള്ള സാധ്യതകളാണുള്ളത്. അല്ലാതെ സ്ഥിരമായിട്ട് ഒരു ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് ജീവിതത്തിൽ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് മോചനമായിക്കൊണ്ട് നല്ലൊരു ലൈഫ് സ്റ്റൈലിലൂടെ നല്ലൊരു ജീവിത രീതിയിലൂടെ ജീവിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ ആളുകൾക്കോ നമ്മുടെ ഇടയിലോ ഒക്കെ ഇങ്ങനെയുള്ള ഈ പ്രോബ്ലംസ് ചില സമയത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും, ചില സമയത്ത് ഡിപ്രഷൻ ആയിരിക്കും, ചില സമയത്ത് മാനിയ വരുമ്പോൾ ഓവർ എക്സൈറ്റഡ് ആയിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് നമ്മൾ പുറത്തുള്ള ആളുകൾ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയാൽ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോയാൽ മറ്റുള്ളവരെ എങ്ങനെ വിലയിരുത്തുമെന്ന് ചിന്തിക്കാതെ അവരെ അവിടെ എത്തിക്കാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അതുപോലുള്ള ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ട് അവർക്കും എല്ലാവരെ പോലെ തന്നെ നല്ല ഒരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.